ഹായ് ബഡീസ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങളുടെ കമ്പനി സ്പോൺസർ ചെയ്തൊരു ഡിന്നർ നൈറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ റെഡിയായി റെഡി ആയിട്ട് നമ്മൾ പോവുകയാണ്. 9:30 ടൈം പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ കറക്റ്റ് ടൈമിൽ അവിടെ എത്തും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഓഷ്യൻ പേൾ ഇന്നിലായിരുന്നു ഞങ്ങൾക്ക് ഡിന്നർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ രണ്ടുപേരാണ് അവിടെ ആദ്യം എത്തിയത്. അപ്പം നമ്മളിങ്ങനെ പറന്ന് പറഞ്ഞിട്ട് ഓഷ്യൻ പേളിൻ്റെ ഫ്രണ്ടും ബാക്കും സൈഡും ഒക്കെ അങ്ങ് എടുത്ത്, കാരണം എന്തായാലും ടൈം പോകണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് പീ കാണിക്കുമ്പോൾ ആ വീഡിയോ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ പീൻ്റെ ഒരു വാല് പോലും വീഡിയോയിൽ കിട്ടിയില്ല എന്നാണ് എൻ്റെ ക്യാമറമാനോൻ്റെ ഒരു മിടുക്കി. അങ്ങനെ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. അങ്ങനെ നമ്മൾ വലതുകാലെടുത്ത് വെച്ച് അങ്ങോട്ട് കയറി. ഉള്ളവർ ഇനി ബാക്കി വരട്ടെ എന്നും പറഞ്ഞ് കട്ട വെയിറ്റിങ്ങിൽ ഞങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഗ്ലാസ്സിലുള്ള പൂവും ചെടിയും കായൊക്കെ എടുത്തിട്ടുണ്ട്. ടൈം പോകണ്ടേ. അങ്ങനെ നമ്മൾ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. അവർ 3 പേര് വന്നു. ഇനി അവരും എന്നെ പോലെ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുള്ളതാണ് ഈ കാണിക്കലൊക്കെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും 2-3 പേര് വരാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും കട്ട വെയിറ്റിംഗ് നമ്മൾ ചെയ്യുമല്ലോ. അങ്ങനെ 9:30 പറഞ്ഞ് 10 മണിയും കഴിഞ്ഞ് 10:30 എല്ലാവരും എത്തിയപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി. ഇതാണ് ഡൈനിങ് ഹാൾ. സോ വി ഗോണ സ്റ്റാർട്ട്. സോ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ഫ്രൂട്ട് പഞ്ചായിരുന്നു, ഫോളോഡ് ബൈ റോസ്റ്റഡ് പപ്പഡ് ആൻഡ് ഗ്രീൻ സാലഡ്. അതിൽ കുറച്ച് പെപ്പറൊക്കെ ഇട്ട് അങ്ങനെ എല്ലാവരും അങ്ങ് തുടങ്ങി. ഞങ്ങളെ കൂട്ടത്തിൽ ഒരേ ഒരു വെജിയാണ് ഈ ഇരിക്കുന്നത്. പാവം, ഇത് ഞങ്ങളിടയിൽ ഇരുന്ന് എങ്ങനെ വെച്ച് കഴിക്കുമോ എന്തോ. അങ്ങനെ നമ്മൾക്ക് സൂപ്പ് എത്തിയിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് ഗാർലിക് സൂപ്പാണ്, ചിക്കനാണ്. അതിൻ്റെ കൂടെ നമുക്ക് റസ്കൊക്കെ ഉണ്ട്. പിന്നെ തന്തൂരി ചിക്കൻ മസാല. കാലൊക്കെ ആരോടൊക്കെയുള്ള ദേഷ്യമാണ് മൂപ്പർ കാണിക്കുന്നത്. പിന്നെ എൻ്റെ കുറേ പട്ടി ഷോ, അതില്ലാതെ ഒരു വീഡിയോവും ഞാൻ കാണിക്കാറില്ല. അങ്ങനെ ഞാൻ സ്പൂണും കോക്കൊക്കെ വെച്ചിട്ട്, കോക്കല്ലല്ലോ ഫോക്കല്ലേ, മാറിപ്പോയി. പക്ഷെ എന്താ കാര്യം, ഒക്കെ അവിടെ താഴെ വെച്ച് ഞാൻ പിന്നെ കൈകൊണ്ട് വാരി തിന്ന്. അതാണ് ലാസ്റ്റ് ഉണ്ടായതെന്ന് പറയാനാണ്. പിന്നെ നമുക്ക് പൊറോട്ടയുണ്ട്, വീറ്റ് പൊറോട്ട, ബട്ടർ വീറ്റ് പൊറോട്ട ആൻഡ് അസോർട്ടഡ് റൊട്ടിയാണ്. പിന്നെ ഈ ഭരണി ആരെങ്കിലും ഒന്ന് തുറക്കുമെന്ന് പറഞ്ഞ്, കാരണം അയ്യോ ചിക്കൻ ബിരിയാണി, എൻ്റെ അമ്മ അയ്യോ എന്ന് പറഞ്ഞിട്ട് അടച്ചു. കാരണം എന്താ വെച്ചാൽ ഏകദേശം എല്ലാവരും ഈ ചിക്കനും റൊട്ടിയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ബിരിയാണി വിളമ്പി തന്ന ചേട്ടന് ഒരു പുഞ്ചിരി, കാരണം നമ്മൾ ബിരിയാണി ഫുള്ള് കഴിക്കില്ല എന്ന് ചേട്ടൻ അറിയാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഡെസേർട്ട് വന്നിട്ടുണ്ട്. ഡെസേർട്ട് വന്നിട്ട് ജിലേബി റാബ്രിയാണ്. റാബ്രി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അറിയെങ്കിൽ പറയും നിങ്ങളാരും. ജിലേബി എന്തായാലും ഞാൻ കഴിച്ചു, റാബ്രിയും ഞാൻ കഴിച്ചു. മധുരമല്ലേ, അടിപൊളി ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സാറ് പറഞ്ഞു, തുടക്കത്തിലേ പറഞ്ഞ സാറിനൊരു സന്തോഷ വാർത്ത പറയേണ്ട ലാസ്റ്റ് പറയാൻ പറഞ്ഞു. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടവർ ആ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി നിന്നു. പക്ഷെ സാറിൻ്റെ സന്തോഷ വാർത്ത വേറെ ഒന്നുമില്ലായിരുന്നു, ഒരു ഗുഡ് നൈറ്റ് പറയലായിരുന്നു. എൻ്റെ വകയും ഗുഡ് നൈറ്റ് ഓൾ.